ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത് ക്ലാസ് 12th ഫിസിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന ചാപ്റ്ററിലെ എക്സസൈസ് 2.6 ആണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് 3 കപ്പാസിറ്റേഴ്സ് ഈച്ച് ഓഫ് കപ്പാസിറ്റൻസ് 9 പൈക്കോഫാരഡ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്. അതായത് നമ്മുടെ കയ്യിൽ 3 കപ്പാസിറ്റേഴ്സ് ഉണ്ട്. ഓരോ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് 9 പൈക്കോഫാരഡ് ആണ്. അവരെ നമ്മൾ സീരീസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കണക്ട് ചെയ്തിട്ടുണ്ട്. സോ എ പാർട്ടിലെ സബ് ക്വസ്റ്റ്യൻ ഏത് ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ദ ടോട്ടൽ കപ്പാസിറ്റൻസ് ഓഫ് ദി കോമ്പിനേഷൻ. രണ്ടാമത്തെ പാർട്ടില് വാട്ട് ഈസ് ദ ടോട്ടൽ വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച് കപ്പാസിറ്റർ ഇഫ് ദ കോമ്പിനേഷൻ ഇസ് കണക്റ്റഡ് ടു എ 120 വോൾട്ട് സപ്ലൈ. അതായത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഒരു 3 കപ്പാസിറ്റേഴ്സ് ഉണ്ട്. ഓരോ കപ്പാസിറ്ററിന്റെയും കപ്പാസിറ്റൻസ് 9 പൈക്കോഫാരഡ് ആണെന്ന് തന്നിട്ടുണ്ട്. അവരെ സീരീസിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കണക്ട് ചെയ്തിട്ടുള്ളത്. സോ അതായത് ഇത് അങ്ങനെ, ഇതൊരു കപ്പാസിറ്റർ, ഇതൊരു കപ്പാസിറ്റർ, ഇതൊരു കപ്പാസിറ്റർ. ഇവരെ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, സീരീസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കുകയാണ് അല്ലെ, സീരീസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കുകയാണ്. സോ ഓരോ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് എത്രയാണ്, 9 പൈക്കോഫാരഡ് ആണ്. സോ ഇത് 9 9 9 9 പൈക്കോഫാരഡ് ആണ്. സോ ഫസ്റ്റ് പാർട്ടിൽ ചോദിച്ചിട്ടുള്ളത് എന്താണ്, വാട്ട് ഈസ് ദ ടോട്ടൽ കപ്പാസിറ്റൻസ് ഓഫ് ദി കോമ്പിനേഷൻ. സോ നമുക്കറിയാം കപ്പാസിറ്റേഴ്സിന്റെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാല് റെസിസ്റ്റേഴ്സ് പാരലിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണോ ഇക്വേഷൻ വന്നത് ആ ഫോമിലുള്ള ഒരു ഇക്വേഷനാണ് നമുക്ക് കപ്പാസിറ്റേഴ്സ് സീരീസിലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക. റെസിസ്റ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇക്വേഷൻ വന്നിരുന്നത്, 1/R ഇക്വലന്റ് അല്ലെ, 1/R ഇക്വലന്റ് ഇസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് അങ്ങനെ എത്ര റെസിസ്റ്റേഴ്സ് ആണോ പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് അതിന്റെ ഒക്കെ അങ്ങനെ 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 അങ്ങനെ പോകും അല്ലെ. അതെങ്ങനെയാണ് റെസിസ്റ്റേഴ്സ് ഇൻ പാരലില് ഇക്വലന്റ് റെസിസ്റ്റൻസ് നമ്മൾ അങ്ങനെയാണ്, എന്നിട്ട് അതിന്റെ 1/R ഇക്വലന്റ് കണ്ടിട്ട് പിന്നെ അതിന്റെ റെസിപ്രോക്കൽ എടുത്തിട്ടാണ് നമ്മൾ R ഇക്വലന്റ് കാണാം. സോ ഇവിടെ കപ്പാസിറ്റേഴ്സിന്റെ കേസിൽ വരുന്ന സമയത്ത് കപ്പാസിറ്റേഴ്സിന്റെ സീരീസിൽ കണക്ട് ചെയ്തിട്ട് നമ്മൾ അതിന്റെ ആർ ഇക്വലന്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് റെസിസ്റ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ആർ ഇക്വലന്റിന്റെ ഇക്വേഷൻ അതിന്റെ ആ ഇക്വേഷന് സിമിലർ ആണ്. സോ സീരീസിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് കപ്പാസിറ്റേഴ്സിന്റെ സീരീസിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇൻ സീരീസ് കണക്ഷൻ അല്ലെ, സീരീസ് കണക്ഷന് നമുക്കറിയാം 1/C equivalent 1/C equivalent is equal to 1/C1 plus 1/C2 പ്ലസ് ഇങ്ങനെ പോകും അല്ലെ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ സീരീസ് കോമ്പിനേഷന്റെ. സോ ഇവിടെ എല്ലാ കപ്പാസിറ്റേഴ്സും ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആണ്, എല്ലാം 9 പൈക്കോഫാരഡിന്റെ കപ്പാസിറ്റേഴ്സ് ആണ്. സോ എല്ലാം ഈക്വൽ ആണെങ്കിൽ നമ്മൾ ഒരു ഷോർട്ട് കട്ട് പഠിച്ചിട്ടുണ്ട്, എല്ലാം ഈക്വൽ ആണെങ്കിൽ മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സി ഇക്വലന്റ് ഇസ് ഈക്വൽ ടു കപ്പാസിറ്റൻസ് ഓഫ് 1 കപ്പാസിറ്റർ, അതായത് എല്ലാത്തിന്റെ സെയിം കപ്പാസിറ്റൻസ് ആണ്, ഹോൾ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് കപ്പാസിറ്റേഴ്സ് അല്ലെ. ഇതാണ് നമ്മുടെ ഷോർട്ട് കട്ട്, ഇതാണ് നമ്മുടെ ഷോർട്ട് കട്ട്. സോ സി ഇക്വലന്റ് ഇസ് ഈക്വൽ ടു സി ബൈ എൻ അല്ലെ, ഒരു കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് ഹോൾ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് കപ്പാസിറ്റേഴ്സ്. ഇതാണ് ഷോർട്ട് കട്ട് മെത്തേഡ്. എല്ലാം ഈക്വൽ കപ്പാസിറ്റേഴ്സ് ആണെങ്കിൽ മാത്രമാണ് ഈ ഇക്വേഷൻ എന്ത് ചെയ്യാൻ പാടുള്ളൂ, യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇതന്നെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യണം. ഇവിടെ നമുക്ക് ഇത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അതിനെക്കാട്ടിലും എളുപ്പമുള്ള ഇതാണ്, കാരണം എല്ലാ കപ്പാസിറ്റേഴ്സ് ഈക്വൽ ആവുകൊണ്ട് നമ്മൾ ഈ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുക. സോ അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തുവരും, സി ഇക്വലന്റ് ഇസ് ഈക്വൽ ടു ഒരു കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് എത്രയാണ്, 9 പൈക്കോഫാരഡ് ഹോൾ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് കപ്പാസിറ്റേഴ്സ് 3 അല്ലെ. സോ ആൻസർ എന്ത് വരും, ആൻസർ വരാം 3 എന്ന് വരും അല്ലെ. 3 യൂണിറ്റ് എന്താണ്,
പൈക്കോ ഫാരഡിനെ. 3 പൈക്കോ ഫാരഡ് ആണ് എന്ത് ആൻസർ. എല്ലാവർക്കും എ പാർട്ട് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം. ബി പാർട്ടിൽ പറഞ്ഞിട്ടുള്ളത് വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച് കപ്പാസിറ്റർ ഇഫ് ദ കോമ്പിനേഷൻ ഇസ് കണക്റ്റഡ് ടു 120 വോൾട്ട് സപ്ലൈ. അതായത് നമ്മളിപ്പോ ഈ സീരീസ് കോമ്പിനേഷൻ ഉണ്ടല്ലോ, ഈ 3 കപ്പാസിറ്റേഴ്സിന്റെ ഈ സീരീസ് കോമ്പിനേഷൻ, ഇതിനെ നമ്മൾ ഒരു 120 വോൾട്ട് സപ്ലൈയിലേക്ക് എന്ത് ചെയ്യാണ്, കണക്ട് ചെയ്യണത്. ഇങ്ങനെ ഒരു 120 വോൾട്ട് സപ്ലൈയിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, കണക്ട് ചെയ്യാണ്. ഇത് 120 വോൾട്ട് സപ്ലൈ ആണ്. 120 വോൾട്ട്. സോ 120 വോൾട്ട് സപ്ലൈക്ക് കണക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം എല്ലാ കപ്പാസിറ്റേഴ്സും ഈക്വൽ ആണ് അല്ലെ. സോ ഓരോ സീരീസ് കണക്ഷനിൽ എന്താ സംഭവിക്കുക, വോൾട്ടേജ് ഡിവൈഡ് ആവുകയാണ് ചെയ്യുക അല്ലെ. സീരീസ് കോമ്പിനേഷനിൽ വോൾട്ടേജ് ഡിവൈഡ് ആവുകയാണ് ചെയ്യുക. ഓരോ കപ്പാസിറ്റർ കൂടെ ഉള്ള വോൾട്ടേജ് എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും ഉണ്ടാവുക സീരീസ് കോമ്പിനേഷനിൽ. സോ ഇവിടെ വോൾട്ടേജ് ഡിവൈഡ് ആവുകയാണ് ചെയ്യുക. പാരലൽ കോമ്പിനേഷനിലാണ് എന്ത് സംഭവിക്കുക, വോൾട്ടേജ് സെയിം ആവാം അല്ലെ. സീരീസ് കോമ്പിനേഷനിൽ വോൾട്ടേജ് എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. വോൾട്ടേജ് ഗെറ്റ് ഡിവൈഡഡ് അല്ലെ. ഓരോ കപ്പാസിറ്റേഴ്സിന്റെയും അക്രോസ് വോൾട്ടേജ് എന്താവാണ് ചെയ്യുക, ഡിവൈഡ് ആവാണ് ചെയ്യുക. സോ ഇവിടെ ഇപ്പൊ എല്ലാ കപ്പാസിറ്റേഴ്സും ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആണ്, എല്ലാം 9 പൈക്കോ ഫാരഡ് ആണ്. സോ ഓരോ കപ്പാസിറ്ററിലുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് ടോട്ടൽ വോൾട്ടേജ് ഫുൾ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് കപ്പാസിറ്റേഴ്സിന് ഈക്വൽ ആവും. ദാറ്റ് ഈസ് 120/3, ദാറ്റ് ഈസ് 40 വോൾട്ട് എന്ന് നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും അല്ലെ. അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷനിലായിട്ട് നമ്മൾ എഴുതേണ്ടത് എല്ലാ കപ്പാസിറ്റേഴ്സും സെയിം ആണ്. ഓൾ capacitors are സെയിം അല്ലെ. എല്ലാ കപ്പാസിറ്റേഴ്സും സെയിം ആണ്. സോ അത് കാരണം വോൾട്ടേജ് അക്രോസ് ഈച്ച് കപ്പാസിറ്റർ അല്ലെ. സോ വോൾട്ടേജ് across each capacitor is equal to total voltage. ഇത് എത്രയാണ്, 120 വോൾട്ട് അല്ലെ. ടോട്ടൽ വോൾട്ടേജ് 120 വോൾട്ട് ഹോൾ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് കപ്പാസിറ്റേഴ്സ് 3 അല്ലെ. സോ ആൻസർ എത്ര വരും, ആൻസർ 40 വോൾട്ട് എന്ന് നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും. സോ എ പാർട്ടിന്റെ ആൻസർ 3 പൈക്കോ ഫാരഡ്, ബി പാർട്ടിന്റെ ആൻസർ 40 വോൾട്ട്. എല്ലാവർക്കും ഈ ചോദ്യം മനസ്സിലായെന്ന് വിചാരിക്കണോ. അതായത് നമ്മൾ കപ്പാസിറ്റേഴ്സിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഓരോ കപ്പാസിറ്ററിനെയും അക്രോസ് വോൾട്ടേജ്, ടോട്ടൽ വോൾട്ടേജ് ഡിവൈഡ് ആവാണ് ചെയ്യുക. ഇവിടെ എല്ലാ കപ്പാസിറ്റേഴ്സും ഈക്വൽ ആവുകൊണ്ട് ഈക്വൽ ആയിട്ടാണ് എന്ത് ചെയ്യുക, ഓരോ കപ്പാസിറ്ററിലും വോൾട്ടേജ് ഡിസ്ട്രിബ്യൂട്ട് ആവുക. എല്ലാ കപ്പാസിറ്റേഴ്സും ഈക്വൽ മാഗ്നിറ്റ്യൂഡിലുള്ള കപ്പാസിറ്റേഴ്സ് ആണ്. സോ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് 120 ആണ്, ഹോൾ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കപ്പാസിറ്റേഴ്സ് 3. സോ 40 വോൾട്ട് നമുക്ക് ആൻസർ കിട്ടും. അതേപോലെ തന്നെ സീരീസ് കോമ്പിനേഷനിൽ എപ്പോഴും ഓർക്കണം, നമ്മൾ റെസിസ്റ്റേഴ്സ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് എന്താണോ ആർ ഇക്വലന്റിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടിയത്, ആ ഫോമിൽ തന്നെയുള്ള ഒരു ഇതാണ് നമുക്ക് കപ്പാസിറ്റേഴ്സ് സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ ഇക്വലന്റ് കപ്പാസിറ്റൻസ് കാണാൻ സമയത്തുള്ള ഇക്വേഷനും. അത് രണ്ടിന്റെയും ഫോം സെയിം ആയിരിക്കും, സെയിം ആണ് അല്ലെ. റെസിസ്റ്റേഴ്സ് ഇൻ അല്ല കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസിന്റെ ഇക്വേഷൻ എന്ന് പറയും. അപ്പൊ അവിടെ ഇക്വലന്റ് കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ എന്താണ്, 1/C ഇക്വലന്റ് ഇസ് ഈക്വൽ ടു 1/C1 പ്ലസ് 1/C2 അപ് ടു എത്ര അങ്ങനെ പോകും. അതേസമയം പാരലൽ കണക്ഷനിലാവുന്ന സമയത്തോ സി ഇക്വലന്റ് ഇസ് ഈക്വൽ ടു C1 പ്ലസ് C2 പ്ലസ് C3. അതായത് റെസിസ്റ്റേഴ്സ് ഇൻ സീരീസിന്റെ ഫോമിലാണ്, കപ്പാസിറ്റേഴ്സ് ഇൻ പാരലൽ വരുന്ന സമയത്ത് സി ഇക്വലന്റ് ഉണ്ടാവുക. അതേ രണ്ടിന്റെയും ഫോം ഈക്വലോ. സി ഇക്വലന്റ് ഇൻ സീരീസ് എന്ന് പറയുന്നത്, പാരലൽ എന്ന് പറയുന്നത് എന്തിന്റെ ഫോമിലായിരിക്കും, ആർ ഇക്വലന്റ് ഇൻ സീരീസിന്റെ ഫോമിലായിരിക്കും. അതേപോലെ തന്നെ സി ഇക്വലന്റ് ഇൻ സീരീസ് എന്ന് പറയുന്നത് എന്തിന്റെ ഫോമിലായിരിക്കും, ആർ ഇക്വലന്റ് ഇൻ പാരലലിന്റെ ഫോമിലായിരിക്കും. ഈ കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഈ ചോദ്യം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. എല്ലാവർക്കും ഈ ചോദ്യം ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കണം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക്
കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.